അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ ഖൗലാ ബിൻതു ഹകീം റളിയല്ലാഹു അൻഹാ ഖാലത് സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തആമ്മ മിൻ ശർരി മാ ഖലഖ് ലം യദുർഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. യാത്ര മനുഷ്യ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. അതിൻ്റെ വാഹനങ്ങൾ ഇന്ന് സൂപ്പർസോണിക് സംവിധാനങ്ങളാണ്. മില്യൺ ട്രില്യൺ ക്രോർ ഉപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും വാഹന കമ്പനികൾ വാഹനങ്ങൾ കോടികൾ ചെലവാക്കി പുറത്തിറക്കുന്നത്. അതിൻ്റെ ഇന്ധനം, ജോലിക്കാർ, ഒരു വാഹനം വാങ്ങുന്നതിനേക്കാൾ ഉപരി എത്രയോ കോടിയാണ് ഒരു എയർപോർട്ടിൻ്റെ സംരക്ഷണവും നിർമ്മാണവുമൊക്കെ. അതുപോലെ തന്നെ യാത്രകൾ വിമാനത്തിലും കപ്പലിലും കരയിലും കടലിലുമൊക്കെയായി ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. ജോലിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി, അവധികാലങ്ങൾക്ക് വേണ്ടിയൊക്കെ മനുഷ്യൻ ഇന്ന് യാത്ര ജീവിതത്തിൻ്റെ ഒരു ഘടകം തന്നെയായി മാറുന്ന ഒരവസ്ഥയിലാണ്. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന നിഅമത്തിൻ്റെ ഒരു അംശമുണ്ട് എന്നുള്ളത് മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ കിട്ടുന്ന മഹത്തായ 3 സൗഭാഗ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അൽ മർക്കബ് സ്വാലിഹ്, നല്ലൊരു വാഹനം. അവനവൻ്റെ കയ്യിൽ ഉള്ളത് മാത്രമല്ല, മറിച്ച് യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതത്വമായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ സങ്കീർണമായ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും പല ആളുകളും നാട്ടിലേക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഫെയർ എത്ര കൂടിയാലും ശരി സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല സർവീസുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെയൊക്കെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിച്ച, നമ്മുടെ മനസ്സിനെ നടുക്കിയ, കേരളത്തിൻ്റെ നടുക്കമുണ്ടാക്കിയ ഒരു സ്കൂൾ അധ്യാപകരുടെ യാത്ര. വിനോദയാത്ര പുറപ്പെട്ട അവസാനം വിലാപയാത്രയായി മാറുന്ന ഗതികേട് ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്നർത്ഥം. ഇവിടെയൊക്കെ സുരക്ഷിതത്വം തകർന്നു കടന്നു വരുന്ന അപകടങ്ങളെ പ്രതിരോധിക്കാൻ വാഹനത്തിൽ തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തിൽ കുർസി കെട്ടിത്തൂക്കിയിട്ട്, അല്ലെങ്കിൽ ലോകത്ത് കിട്ടാവുന്ന മുഴുവൻ ദൈവങ്ങളുടെയും ഫോട്ടോ പതിച്ചു വെച്ചു, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സുരക്ഷിതത്വം ഇന്ന ആളുടെ കയ്യിലാണ് എന്ന് എഴുതി വെച്ചു ഡ്രൈവർ കയ്യും വിട്ട് യാത്ര ചെയ്താൽ അപകടം ഉണ്ടാവും. സുരക്ഷിതത്വമുള്ള യാത്രകൾക്ക്, സുദീർഘമായ യാത്രകൾക്ക് ഒക്കെ അതിൻ്റെ പരിചയ സമ്പത്തുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ഒരു ദിവസം ഓട്ടോറിക്ഷയിലോടി, അടുത്ത ദിവസം ജീപ്പിലോടി, പിന്നെ അത് ട്രക്കിലോടി, പിന്നെ ട്രാക്കറിലോടി, അവസാനം ഭാരിച്ച വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് കയ്യിൽ പിടിച്ചാണ് പല വാഹനത്തിൻ്റെയും ഡ്രൈവർമാരുള്ളത്. 40 + 10 + 2 അതാണിപ്പോൾ നമ്മുടെ നിരത്തിലോടുന്ന വാഹനത്തിൻ്റെ ലൈസൻസിനുള്ള ഘടകം. യാത്ര ചെയ്യുന്ന ആളുകളും 10 നിന്നു പോകുന്ന ആൾക്കാരും ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും അടങ്ങുന്നത്. ഇവരുടെയൊക്കെ ജീവൻ ഈ ഒരു 17 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സായ ആൾ കയ്യിലുണ്ടാവുക. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും ഒരു സ്ഥലത്തു നിന്നുണ്ടാകാൻ ഇടയുള്ള പല അപകടങ്ങളുണ്ടാവാം. അവിടേക്ക് എന്താണ് ഒരു വിശ്വാസി മാനദണ്ഡമാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുന്നു, ഫഖാല, എന്നിട്ട് പറയുന്നു, അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ നാമങ്ങൾ. ആ നാമങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയാകാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാകാം, അല്ലെങ്കിൽ ദിക്റുകളും ഔറാദുകളിലും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പല ദിക്റുകളുമാകാം. അതൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവെ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയവയിൽ നിന്നുള്ള ഷർറിൽ നിന്ന്. ഏതെല്ലാം ദുരന്തങ്ങൾ കടന്നു വരാൻ ഇടയുണ്ടോ, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അതിനൊക്കെ സുരക്ഷിതത്വം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് മാത്രം മതിയാവുകയില്ല. അള്ളാഹുവിൻ്റെ അപാരമായ കാവലുണ്ടാകണം. ആ കാവൽ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ
ലം യദുർഹു ഷൈഉൻ, ഒന്നും അയാൾക്ക് ഉപദ്രവകരമായി മാറുകയില്ല, അല്ലെങ്കിൽ യാതൊന്നും അയാളെ ഉപദ്രവിക്കുകയില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി, അയാൾ ചെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ചെന്ന് കയറുമ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ എവിടെയാണോ എത്തിയ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ ഒന്ന് തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ നാം എവിടെയായിരുന്നാലും നമ്മുടെ കൂടെ അഊദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്നുണ്ടാകുന്ന അപകടത്തിൽ രക്ഷപ്പെടുത്താൻ അത് മതി. ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിൽ നടക്കുകയാണ്, അവിടെ ഒരു അപകടം ഉണ്ടാകുന്നുവെങ്കിൽ അവിടുന്ന് സുരക്ഷിതത്വമായി രക്ഷപ്പെടാൻ അത് മതിയാകും. പക്ഷേ ദുആ ചെയ്യുന്ന ഒരുത്തൻ കേവലം ഒരു ഓറൽ ദുആയിട്ട് പറഞ്ഞാൽ പോരാ, ഈ ഒരു ലക്ഷ്യം അയാൾക്കുണ്ടാകണം, നീയത്ത് അയാൾക്കുണ്ടാകണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ രക്ഷ കൊണ്ട് മാത്രമാണ് രക്ഷയുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ദുആയാണ് അതിനുള്ള മാർഗമെന്ന് നാം ഓരോരുത്തരും അവലംബിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ദുആ ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പതിയിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള മരണം സമ്മാനിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത, ക്ഷമിക്കാൻ വയ്യാത്ത, മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഈ ദുനിയാവിൽ അള്ളാഹു മറച്ചു വെച്ചതുപോലെ നാളെ ആഖിറത്തിലും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ തെറ്റുകളും തിന്മകളും മായ്ച്ചു കളയുവാൻ ഉതകുന്ന അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ തൗഫീഖും തഖ്വയും സിഹത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.